അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണമെല്ലാം വരുത്തിയിട്ടുണ്ട്. ECIL, അതായത് ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ EVMs ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അവരുടെ എഞ്ചിനീയേഴ്സ് എല്ലാ ജില്ലകളിലും ഉണ്ട്. ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് എല്ലാ പോളിംഗ് ഓഫീസേഴ്സിനും നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ തകരാറുകൾ ഉണ്ടാകുകയാണെങ്കിൽ അത് അപ്പം തന്നെ പരിഹരിക്കുന്നതിന് വേണ്ടി സെക്ടറൽ ഓഫീസേഴ്സിന്റെ നേതൃത്വത്തിൽ ഒരു സംവിധാനമുണ്ട്. സെക്ടറൽ ഓഫീസേഴ്സ് അപ്പം തന്നെ ഇടപെടുകയും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യും. അത്തരത്തിൽ സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അല്ല, വിഴിഞ്ഞം വാർഡ് ട്രിവാൻഡ്രം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡ്, ആ വാർഡിലെ 10 പോളിംഗ് സ്റ്റേഷൻസാണുള്ളത്. അവിടെ ഒരു സ്ഥാനാർത്ഥിയുടെ മരണം കാരണമാണ് ആ പോളിംഗ് മാറ്റിവെച്ചത്. പിന്നെ കേരളത്തിലെ ആന്തൂർ നഗരസഭയിലെ 5 വാർഡുകളിൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അവിടെയും പോളിംഗ് ഉണ്ടാവില്ല. അതേസമയം 2 പഞ്ചായത്തുകളിൽ, ഗ്രാമപഞ്ചായത്തുകൾ, 1-ാം ഘട്ടത്തിൽ ഒരു പഞ്ചായത്തിലും 2-ാം ഘട്ടത്തിൽ വേറൊരു പഞ്ചായത്തിലും ഒരു സ്ഥാനാർത്ഥി മരിച്ചിട്ടുണ്ട്. ഒരു സ്ഥാനാർത്ഥി വീതം മരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടങ്ങളിൽ പോളിംഗ് ഉണ്ടാവും. കാരണം ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥിയാണ് മരിച്ചത്. അവിടെ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കുമുള്ള വോട്ടെടുപ്പ് നടക്കും.